ജയ്ക്ക് ഈ ഓക്കെ ഓക്കെ പോയിക്കോട്ടെ. ഞാൻ വികസനത്തെ കൂടുതൽ സംബന്ധിച്ച സംസാരിക്കില്ല. ഇടതുബദൽ എന്ന ജയിക്കിന് സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും നിലപാടിനെയും ജയിക്കിനുള്ള ഒരു മറുപടി കാഴ്ചപ്പാടിനെയും പറയുന്നുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ യാതൊരു മടിയുമില്ല. പക്ഷേ അതിലേക്ക് പോകുമ്പോൾ തന്നെ അതേ അളവിൽ ആ രാഷ്ട്രീയം ജനങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ആ ഇടതുബദൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ചില സംശയങ്ങൾ, അതിലൊരു കുറവ് എന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞു വെക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മറുപടി. ഇല്ല, ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് വെച്ച വിമർശനത്തിന്റെ കാമ്പിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഞാൻ ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ടാണ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത്. ഞാൻ ആമുഖമായി കേട്ട അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ ഒരു രത്നച്ചുരുക്കം അതായിരുന്നു. അപ്പോൾ എനിക്കതിനോടുള്ള തിരികെയുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരിയാണ്, ഇത്ര നല്ല കാര്യങ്ങൾ, ജീവിതത്തെ, അടുക്കളകളെ, വീടിൻ്റെ അകത്തളങ്ങളെ തൊടുന്ന വിധം, പച്ച മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഏതു മനുഷ്യനും അനുഭവവേദ്യമാകും വിധം ഇത്രയധികം നല്ല നന്മകളും മുന്നേറ്റങ്ങളും ഒക്കെ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടും അനർഹമായ ഒരു പരാജയത്തെ നേരിടേണ്ട വന്നില്ലേ ഞങ്ങൾ? ആ കാര്യത്തിൽ അങ്ങയോട് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് ഞങ്ങൾ അർഹിച്ചിരുന്ന ഒരു തിരിച്ചടിയായിരുന്നില്ല തദ്ദേശത്തിലുണ്ടായിരുന്നത്. ചില പ്രദേശങ്ങളിലെങ്കിലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് വിധിയെ അർഹിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷം. അക്കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതായി വരുന്നു. കാരണം ആദരണീയനായ KJയും ഉന്നയിച്ചത് ഏതാണ്ട് സമാനമായൊരു വിമർശനമാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ട വന്നില്ലേ? അപ്പോഴെന്തുകൊണ്ട്? ഈ ചോദ്യം പ്രബലപ്പെട്ടുവല്ലോ. ഞാൻ പറയുന്നു, ആ കാര്യത്തിൽ ഞങ്ങൾ ഈ സമീകരിക്കാനാകാത്ത വിധമുള്ള സംഘടിതമായ നുണപ്രചരണങ്ങളെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് നേരിടേണ്ടതായി വന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സ്പെസിമെൻ ഉദാഹരണമാണ് ചൂണ്ടിക്കാണിച്ചത്. മലപ്പുറത്ത് സവിശേഷകരമായും മലബാറിൽ പൊതുവിലും ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യം അവർ നേതൃത്വം നൽകിയ പ്രചരണം എന്താണ്? അവർ കേരളത്തിലെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് തുറന്ന മനസ്സോടുകൂടി ഒരു സംവാദം, ഒരു ഡിബേറ്റ്, രാഷ്ട്രീയം, വികസനം ഇത് മുൻനിർത്തിയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുമല്ല കേരളത്തിലെ പരിമിത വിഭവന്മാരായിട്ടുള്ള പ്രതിപക്ഷം തയ്യാറായിട്ടുണ്ടായിരുന്നത്. മറിച്ച് അവർ എന്ത് ചെയ്യുകയാണ്? അവർ പറഞ്ഞു, 2000 രൂപ പെൻഷൻ കൂട്ടിയത് പിണറായി വിജയൻ നിങ്ങളെ SIR വഴി ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള തന്ത്രം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ നുണയിൽ വശംവദരായി പോയവരുണ്ട്. ഈ നുണയിൽ വശംവദരായി പോയിട്ടുള്ള ആളുകളെ യഥാസമയം തിരുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലേ? ആ ചോദ്യം ഇവരുടെ വിമർശനത്തിൽ പൊതുവിലുണ്ട്. കഴിഞ്ഞിട്ടില്ലേ എന്ന ചോദ്യത്തിന് മുമ്പിൽ തുറന്ന മനസ്സോടുകൂടെയാണ് ആ ചോദ്യത്തെ ഞങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീടിൻ്റെ അകത്തളങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷകരമായി പുതിയ കാര്യം പറയാനല്ല, ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി പോയത്. അവിടെ നിന്ന് ലഭിക്കുന്ന പരിമിതികളോട് കൂടെയുള്ള പ്രതികരണങ്ങൾ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരങ്ങൾ അങ്ങയുമായി പങ്കുവെച്ചത്. പിന്നെ പറയുന്നു, ഈ കാര്യങ്ങൾക്കകത്ത് രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിന് ഒരു ശോഷണം സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടു, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തമായ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളായി നിങ്ങൾ എന്നെ കാണേണ്ടതില്ല. ഞാൻ കാണാൻ തയ്യാറായിരുന്നുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്നിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പേര് പറഞ്ഞ് കേരളത്തിൽ അങ്ങ് ഉൾക്കൊള്ളാത്ത കോൺഗ്രസ് പിരിച്ച് പറ്റിച്ച മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് നേടിയെടുത്ത കോടികൾ എവിടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ അങ്ങൊരു മറുപടിയും പറയാതെ അങ്ങ് നേരെ ചോദിച്ചത്, ആ വയനാട്ടിലെ കാര്യം അങ്ങൊന്ന് പരാമർശിച്ചിട്ട് നേരെ പറഞ്ഞത് പയ്യന്നൂരിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ പാർട്ടിയോട് കലഹിച്ച് പുറത്തു പോയിട്ടുള്ള മറ്റൊരു പഴയ പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചാണ് അങ്ങ് പേരെടുത്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ വിമർശനം വയനാടുമായിട്ട് സമീകരിക്കാൻ കഴിയുന്നതാണോ? ആ കാര്യത്തിൽ അങ്ങ് ഏതോ ഒരു കോൺഗ്രസ് സ്പോക്സ് പേഴ്സണെ പോലെ ആയി ചുരുങ്ങിപ്പോയില്ലേ എന്നൊരു അഭിപ്രായം, എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഇരിക്കട്ടെ, പിന്നെ നമ്മളുടെ മുമ്പിൽ ഉയർന്നു വരുന്നിട്ടുള്ള ബദല് അങ്ങ് 2-3 ദിവസക്കാലത്തെ മാത്രം അന്തരീക്ഷം ഒന്ന് പരിശോധിച്ച് നോക്കാം. മുഹമ്മദ് ദീപക് കുമാർ ഇല്ലേ, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. ദീപക് കുമാർ ആരായിരുന്നു? ഇന്ന് ക്വിൻറ്റിൻ്റെയോ മറ്റോ വയറിൻ്റെയോ മറ്റോ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു. 150 പേര് വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ക്ലബിൽ ഇപ്പോൾ 3 പേർ പോലും വരുന്നില്ല. മറിച്ച് അദ്ദേഹത്തെ കൊന്നുകളയണമെന്നുള്ള ദീർഘമായ പ്രഖ്യാപനങ്ങളും ഫത്വകളുമാണ് കേൾക്കുന്നത്. ആ മുഹമ്മദ് ദീപക് കുമാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആദ്യമായി എത്രയോ ആയിരക്കണക്കിന് രൂപ നൽകി 1 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ആ ജിമ്മിൽ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യം അയാളുടെ അടുക്കലേക്ക് ഓടിയെത്തിയ പാർലമെന്റ് മെമ്പർ ആരാ? കൈരളിക്ക് അഭിമാനത്തോടു കൂടെ പറയാം. അതാരാണ്? അത് മലയാളിയായിട്ടുള്ള CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസ് ആണ്. അങ്ങ് കാണാൻ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹത്തിൻ്റെ അല്പ ദിവസം മുമ്പത്തെ പ്രഖ്യാപനം എന്താണ്? ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പഴയ കോൺഗ്രസ് ആയ ഇപ്പോഴത്തെ RSS ആയി മാറിയ കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയ വിഷം അയാൾ ചീറ്റുമ്പോൾ അതിനെതിരെ ഇന്നലെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ മുമ്പോട്ടേക്ക് വന്നത് ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം
സ്ഥാനമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഇല്ലാതായി എന്ന് കോൺഗ്രസും ലീഗും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തോൽവികളുടെ മാത്രം പശ്ചാത്തലത്തിൽ CPM-നെ തള്ളിക്കളയാൻ വെമ്പുന്ന അന്ധമായ ഇടതുപക്ഷ വിരോധമുള്ളവർക്ക് മുമ്പിൽ അസ്സാമിലെ പഴയ കോൺഗ്രസ് ഇപ്പോഴത്തെ RSS ആയ അവർക്ക് മുമ്പിൽ അയാൾക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നിയമ പോരാട്ടവുമായി പോയത് CPIM ആണ്. അതിന്റെ ബാക്ക് ബോണാണ് കേരളം. ഇപ്പോൾ അങ്ങ് സൂചിപ്പിക്കുന്നു ഗവർണറുടെ വിഷയത്തിൽ PM ശ്രീയിൽ അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ നമ്മൾ നോക്ക്, ഇന്ത്യയെ ശ്രദ്ധിച്ച സഹകരണാത്മക ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യയെ ശ്രദ്ധിച്ച ഏറ്റവും വലിയ സമര മുന്നേറ്റം, ബഹുജന മുന്നേറ്റം ഇപ്പോഴും നിലനിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് കേരളമാണ്. അങ്ങ് പരിശോധിക്ക്. അത് ഡൽഹിയിലെ ഒരു സമരം മാത്രമല്ല. ഈ മാർച്ചിൽ ഇത്രയും ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി മുമ്പോട്ടേക്ക് പോകുന്ന ഘട്ടത്തിൽ മാർച്ച് മാസം ലഭിക്കേണ്ട 5600 കോടി രൂപ തരില്ല എന്ന് യൂണിയൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. കൊയ്തിട്ട നെല്ലിന്റെ പണം കുറയ്ക്കണം എന്ന് കത്തെഴുതി. അതിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഉച്ചയൂണ് ഉപേക്ഷിച്ച് സമരമിടുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ജനപ്രതിനിധികളും അത്രയും. നമ്മൾ ആ സമരം ശക്തമായി ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാഠ്യപദ്ധതിയിൽ നിന്ന്, സർവകലാശാലകളിൽ നിന്ന് മുഗൾ വംശത്തിന്റെ ചരിത്രം റദ്ദ് ചെയ്യണമെന്ന്, ഗാന്ധി വധം ഒഴിവാക്കണമെന്ന് ഒക്കെ ഇന്ത്യ എമ്പാടും ആ പാഠപുസ്തകത്തിന്റെ വക്രീകരണത്തിന് മുമ്പിൽ, സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ ശിരസ് കുരിക്കുമ്പോൾ RSS വിട്ടുന്നതെന്തോ അത് കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റായി പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ കാര്യവുമായി മുമ്പോട്ടേക്ക് പോകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതിന്റെ ഒറ്റ കാര്യത്തോട് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 2024 ഓർഗനൈസർ വീണ്ടും പറയുന്നു വിജയദശമി ദിനത്തിൽ 5649 ശാഖകൾ ദിനം പ്രതി പ്രവർത്തിക്കുന്ന ഭൂവിസ്തൃതിയുടെ 1.8% 5600 ശാഖ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തങ്ങളുടെ ഒന്നാമത്തെ സ്ഥലം കേരളമാണ്. ഇല്ലേ? എന്തുകൊണ്ട് കേരളം സെക്യുലറായി തുടരുന്നു? ഗോൾവൽക്കറുടെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രതിപക്ഷ നേതാവ് ഉള്ളതുകൊണ്ടോ? അതോ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉള്ളതുകൊണ്ടാണോ? അതോ ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോ SDPI ഉള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ട് കേരളം? അങ്ങ് കണ്ടില്ലേ ഒറ്റ അനുഭവം? ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്കൊക്കെ ശേഷമല്ലേ കണ്ണൂരിലെ ഒരു ആരാധനാലയത്തിൽ RSSന്റെ ഗണഗീതം കേൾക്കുന്നു. അത് CPM-ന് വലിയ സ്വാധീനമൊന്നുമുള്ള CPM-ന്റെ ആയിരക്കണക്കിന് കേഡർമാരുള്ള സ്ഥലമല്ല. പക്ഷെ എന്താണ്, RSSന്റെ ഗണഗീതം ക്ഷേത്രത്തിൽ കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേര് നേരെ കയറി ചെന്നിട്ട് പാട്ട് പാടിക്കോ, ഈ പാട്ട് ഇവിടെ പാടാൻ പറ്റില്ല. കാരണം എന്താണ്? പച്ച മണ്ണിൽ ചവിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഗ്രാസ് റൂട്ട് റിയാലിറ്റിയിൽ ഇപ്പോഴും വർഗീയതയോട് മുമ്പിൽ ജീവിതവും കൊടുത്ത് പോരാടുന്ന ഒറ്റ സംഗമയുള്ളൂ. അത് അങ്ങ് യോജിച്ചാലും വിയോജിച്ചാലും അത് ഇടതുപക്ഷമാണ്. അതിൻ്റെ തണലിലാണ് ഇന്ത്യയിൽ, മണിപ്പൂരിലും അഹമ്മദാബാദിലും കാശ്മീരിലും ഇപ്പം നമ്മൾ ഒത്തുചേരുമ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുരണനം ഉണ്ടാകാത്തൊരു കേരളം, ഈ 5600 ശാഖ ഉണ്ടായിട്ടും ഉണ്ടാകാത്തൊരു കേരളം എന്തുകൊണ്ടാണ്? അത് ലീഗിന്റെ സൃഷ്ടിയല്ല, കോൺഗ്രസിന്റെ സംഭാവനയല്ല. ഇതിന് ജീവിതവും കൊടുത്ത് പോരാടുന്ന ഇടതുപക്ഷം കേരളത്തിന് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് തുടരേണ്ടതില്ല എന്നുള്ളതാണ്. വീടാന്തരം കയറിയിറങ്ങി ഈ നുണകളിൽ വശംവദരായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യമാണ്. രാഷ്ട്രീയം കലർത്തിക്കൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ്